1799 മൂന്ന് സൈന്യങ്ങൾ മൈസൂരിലേക്ക് മാർച്ച് ചെയ്തു. ഒന്ന് ബോംബെയിൽ നിന്നും, രണ്ട് ബ്രിട്ടീഷുകാരിൽ നിന്നും. അതിലൊന്നിൽ ആർതർ വെല്ലസ്ലിയും ഉൾപ്പെടുന്നു. നാലാം മൈസൂർ യുദ്ധത്തിൽ അവർ തലസ്ഥാനമായ ശ്രീരംഗപട്ടണം ഉപരോധിച്ചു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 60,000-ലധികം സൈനികർ ഉണ്ടായിരുന്നു. ഏകദേശം 4,000 യൂറോപ്യന്മാരും ബാക്കിയുള്ള ഇന്ത്യക്കാരും. ടിപ്പു സുൽത്താന്റെ സൈന്യം ഏകദേശം 30,000 മാത്രമായിരുന്നു. ബ്രിട്ടീഷുകാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലും ബ്രിട്ടീഷുകാർക്ക് എളുപ്പവഴി ഒരുക്കുന്നതിനുമായി മതിലുകൾ ദുർബലപ്പെടുത്തുന്നതിലും ടിപ്പു സുൽത്താന്റെ മന്ത്രിമാർ നടത്തിയ വഞ്ചന. ടിപ്പു സുൽത്താന്റെ മരണം ബ്രിട്ടീഷ് ജനറൽ ഹാരിസിനെ ഇനി ഇന്ത്യ നമ്മുടേതാണ് എന്ന് വിളിച്ചു പറയാൻ പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷുകാർ നഗരമതിലുകൾ തകർത്തപ്പോൾ ഫ്രഞ്ച് സൈനിക ഉപദേഷ്ടാക്കൾ ടിപ്പു സുൽത്താനോട് രഹസ്യ വഴികളിലൂടെ രക്ഷപ്പെടാനും മറ്റു കോട്ടകളിൽ നിന്ന് ബാക്കിയുള്ള യുദ്ധങ്ങൾ നടത്താനും പറഞ്ഞു. പക്ഷേ അദ്ദേഹം വിസമ്മതിച്ചു. 1000 വർഷം ആടായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം കടുവയായി ജീവിക്കുന്നതാണ് എന്ന് ടിപ്പു പറഞ്ഞു. ശ്രീരംഗപട്ടണ കോട്ടയുടെ വടക്ക് കിഴക്കൻ കോണിൽ നിന്ന് 300 യാർഡ് അകലെ സ്ഥിതി ചെയ്യുന്ന ഹോളി ഗേറ്റ്വേയിൽ വെച്ചാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത്. പിറ്റേന്ന് ഉച്ചകഴിഞ്ഞ് ഗുമാസിൽ പിതാവിന്റെ ശവകുടീരത്തിന് അടുത്തായി അദ്ദേഹത്തെ സംസ്കരിച്ചു.